ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ബ്ലോക്കേഡ്. കൃത്യമായി പറഞ്ഞാൽ അമേരിക്ക ഇറാനെതിരെയുള്ള ബ്ലോക്കേഡ് വന്നിരിക്കുന്നത് തത്വത്തിൽ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്നലെ അമേരിക്കയുടെ ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചു. കൃത്യമായി സന്ധി സംഭാഷണം നിർത്തിവെച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയോട് പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ഫ്രീഡം പ്രോജക്റ്റ് ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കുകയില്ല. അമേരിക്ക ഹോർമുസ് കടലിടുക്ക് ഇറാനിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അമേരിക്കയുടെ പ്രോജക്റ്റിൻ്റെ പേരാണ് ഫ്രീഡം പ്രോജക്റ്റ്. അത്തരത്തിലുള്ള ഒരു നടപടികളും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞങ്ങളുടെ അതിരുകളിലേക്ക് പ്രവേശിച്ചാൽ ഞങ്ങൾ വെടിവെച്ചിടുമെന്ന് കൃത്യമായി അമേരിക്കയോട് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലംഘിച്ച് പ്രവേശിച്ച അമേരിക്കയുടെ ഹെലികോപ്റ്ററാണ് ഇറാൻ വെടിവെച്ചിട്ടത്. അതിന് മറുപടി എന്ന രീതിയിൽ അമേരിക്ക ഇറാൻ്റെ ഹൊർമസ്ഖാൻ റീജിയനിൽ മിനാബ്, ഖേഷം ഐലൻഡ് അത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം ശക്തമായ ബോംബാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. സൈനിക താവളങ്ങളും കൺട്രോൾ റൂമുകളും എല്ലാം തകർത്തതായാണ് അമേരിക്കയുടെ ഒമാനിലെ 5th ഫ്ലീറ്റ് കൺട്രോൾ സെൻറ്റർ അറിയിച്ചിരിക്കുന്നത്. ഈ തരത്തിലുള്ള എല്ലാവിധ കൺട്രോൾ സെൻറ്ററുകളും തകർത്തു എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇതിന് മറുപടി എന്ന രീതിയിൽ ഇറാൻ ഇന്ന് രാവിലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും ജോർഡനിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചു. ഏകദേശം 21ഓളം സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കൃത്യമായി നമ്മുടെ അമേരിക്കയുടെ ബ്ലോക്കേഡ് ഗൾഫ് ഓഫ് ഒമാനിലും അറബിക്കടലിലുമായി അമേരിക്ക സൃഷ്ടിച്ചിട്ടുള്ള പടുകൂറ്റൻ 10ഓളം വരുന്ന യുദ്ധക്കപ്പലുകളും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും 10,000-ഓളം വരുന്ന മറൈനുകളുമായി അമേരിക്ക തീർത്തിട്ടുള്ള ബ്ലോക്കേഡ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ്. ആ ബ്ലോക്കേഡ് ഒറ്റ കാരണത്താലാണ് ഇന്നലെ MT മാട്രിക്സ് എന്ന് പറഞ്ഞ കപ്പൽ ശക്തമായ മിസൈൽ ആക്രമണത്തിലൂടെ അമേരിക്ക പൂർണ്ണമായി തകർത്ത് കടലിൽ മുക്കിക്കളഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയ കപ്പലാണ്. നമുക്കറിയാം, 147 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വളരെ വലിയ ഊർജ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. 40 ദിവസത്തോളം ഫെബ്രുവരി 28-ാം തീയതി തുടങ്ങി 40 ദിവസത്തോളം നടന്ന അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധസമയത്ത് പോലും നമുക്ക് ഈ ഊർജ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അതിന് കാരണം കൃത്യമായി നമുക്ക് ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ വരുന്നുണ്ടായിരുന്നു. നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം അത് പരസ്യമായി പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും രഹസ്യമായി തന്നെ ഇന്ത്യയിലേക്ക് ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിലും എല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക സൃഷ്ടിച്ച ഗൾഫ് ഓഫ് ഒമാനിലും അറബിക്കടലിലുമായി അമേരിക്ക സൃഷ്ടിച്ച ബൃഹത്തായ ബ്ലോക്കേഡ് യഥാർത്ഥത്തിൽ ഇന്ത്യയെയാണ് ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏകദേശം 10 ദിവസം സമയം മാത്രം മതി ഇറാനിൽ നിന്ന് നമുക്ക് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ. അതുകൂടാതെ തന്നെ ഏറ്റവും വലിയ LNG നിർമ്മാതാക്കളുമാണ് ഇറാൻ. നമുക്കിപ്പോൾ ഖത്തറിൽ നിന്ന് ലഭ്യമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇറാനിൽ നിന്നും LNG കൊണ്ടുവരാനുള്ള അവസരവും ഉണ്ട്. നമുക്ക് ഏത് രീതിയിലും മെറ്റീരിയൽ തരാൻ ഇറാൻ തയ്യാറാണ് എന്ന് ഇറാൻ പറയുകയും ചെയ്തതാണ്. നമുക്കറിയാം, മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം നാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡോളറിൽ വിനിമയം നടത്തണം. ഇറാനുമായി നമുക്ക് രൂപയിൽ വിനിമയം നടത്തുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫോറിൻ റിസർവ് നമുക്ക് കുറഞ്ഞു പോവുകയുമില്ല. ഇത്തരത്തിലുള്ള സാഹചര്യം നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇന്ത്യൻ മഹാരാജ്യത്തിന് വരുന്ന ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. ഗാർഗ് ഐലൻഡിൽ സർപ്ലസ് വരുന്ന ക്രൂഡ് ഓയിൽ കടലിലേക്ക് പമ്പ് ചെയ്ത് കളയുകയാണ് ഇറാൻ. നമുക്ക് ഇപ്പോൾ അറിയാം, $85 ഒരു ബെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബാരലിൻ്റെ വില. നമുക്ക് 40 ക്രൂഡ് ഓയിൽ $40 ഒരു ബാരൽ ലഭ്യമാകും ഇറാനിൽ നിന്ന്. അത്രയും വില കുറച്ച് നമുക്ക് മെറ്റീരിയൽ ലഭിക്കുമെന്ന ഒരവസ്ഥയുണ്ട്. അത് നേടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് പോയ എണ്ണക്കപ്പലാണ് ഇന്നലെ അമേരിക്ക മിസൈൽ ആക്രമണത്തിലൂടെ അറബിക്കടലിൽ ഗൾഫ് ഓഫ് ഒമാനിൽ മുക്കിക്കളഞ്ഞത്. കൃത്യമായി ഇന്ത്യക്കെതിരെയാണ് ഈ ബ്ലോക്കേഡ് അമേരിക്ക സൃഷ്ടിച്ചിട്ടുള്ളത്. ക്യൂബയിൽ ഇപ്പോൾ കറണ്ടില്ലാത്ത അവസ്ഥയാണ്. ആ രാജ്യം വളരെ വലിയ അമേരിക്കൻ ഉപരോധം മൂലമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. കടലിൽ വെച്ച് ക്യൂബയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ കപ്പലുകൾ അമേരിക്ക തടയുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഊർജ ലഭ്യതയ്ക്ക് വേണ്ടി ഇന്ധനത്തിന് വേണ്ടി പോയിട്ടുള്ള ക്രൂഡ് ഓയിൽ കപ്പൽ അമേരിക്ക മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കേഡ് ഇന്ത്യക്കെതിരെയുള്ള ബ്ലോക്കേഡാണ്. അതുകൊണ്ട് നമുക്ക് സാമ്രാജ്യത്വ ശക്തിക്ക് വീണ്ടും നമ്മൾ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം സൃഷ്ടിച്ച ഈ ബ്ലോക്കേഡ് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ഈ ഊർജ പ്രതിസന്ധി നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പ്രസ്താവന പോലെ ചിലവ് ചുരുക്കൽ നയത്തിനുള്ള ഒരു പ്രസ്താവനയും നമുക്ക് വേണ്ടി വരുമായിരുന്നില്ല.
പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ശക്തമായ ബ്ലോക്കേഡ് കാരണമാണ് ഇന്ത്യക്ക് ഇന്ന് ഇപ്പോൾ ഊർജ പ്രതിസന്ധി വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്നാൽ ഇപ്പോൾ നമുക്ക് 26-27 വർഷത്തെ നമ്മൾ അവതരിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റ് 53.47 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ തന്നെ നമ്മുടെ തനത് വരുമാനം 36 ലക്ഷം കോടിയാണ്. നമ്മൾ കടമെടുക്കുന്നത് 17 ലക്ഷം കോടിയാണ്. 17 ലക്ഷം കോടി രൂപ കടമെടുത്ത് ഓടുന്ന ഒരു രാജ്യം 17 ലക്ഷം കോടി നമുക്ക് കടമെടുക്കുകയാണ്. നമ്മുടെ 53.47 ലക്ഷം കോടി ബഡ്ജറ്റിൽ നമുക്ക് തനത് വരുമാനം എന്ന് പറയുന്നത് 36 ലക്ഷം കോടിയും ബാലൻസ് നാം 17 ലക്ഷം കോടി രൂപ കടമെടുക്കുകയാണ്. ഇത്തരത്തിലൊരു ബഡ്ജറ്റുള്ള ഒരു രാജ്യമാണ് നാം. വളരെ വലിയ ഫണ്ടിന് ഷോർട്ടേജ് ഉള്ള ഒരു രാജ്യം. നമുക്കറിയാം, ഈ കടമെടുക്കുന്ന തുകയിൽ തന്നെ 14 ലക്ഷം കോടി രൂപ നമ്മൾ എക്സിസ്റ്റിംഗ് ഉള്ള ലോണുകളുടെ പലിശ മാത്രം നമുക്ക് എടുക്കണം. എത്രമാത്രമാണ് പലിശയുടെ എമൗണ്ട് എന്ന് നോക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 25% നമ്മുടെ പലിശ മാത്രം കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ബഡ്ജറ്റ്, എഡ്യൂക്കേഷനുള്ള ബഡ്ജറ്റ് 1.32 ലക്ഷം കോടി മാത്രമാണ് എഡ്യൂക്കേഷന് നാം മാറ്റിവെക്കുന്നത്. ഹെൽത്തിന് വേണ്ടി 1.02 ലക്ഷം കോടി രൂപയും മാറ്റിവെക്കുകയാണ്. അത്തരത്തിലുള്ളൊരു രാജ്യമാണ്. അത്തരത്തിലുള്ളൊരു രാജ്യത്തിന് വളരെ വില കുറച്ച് ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചാൽ നാം അത് ചെയ്യുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം നമുക്ക് 5.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ നമുക്ക് ആവശ്യമാണ്. അതിൽ 90% നാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ടി വരുന്നത് 204 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് വേണ്ടത്. അതിൻ്റെ പർച്ചേസ് തന്നെ ഇറാനിൽ നാം പർച്ചേസ് ചെയ്യാൻ നമുക്ക് 5 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടാക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിയും. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ വെനിസ്വേലയിൽ നിന്നും ഏകദേശം 60 ദിവസം വേണം നമുക്ക് ട്രാവൽ ചെയ്ത് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെത്താൻ. അതും മാർക്കറ്റ് റേറ്റ് ഡോളർ കൊടുത്ത് നാം പർച്ചേസ് ചെയ്യുകയും വേണം. നാം അത്തരത്തിൽ ഒരു എഗ്രിമെൻ്റ് അമേരിക്കയുടെ അടുത്ത് നാം വെനിസ്വേലയിൽ പർച്ചേസ് ചെയ്യാമെന്ന് പറയുകയും എന്നിട്ട് നാം വളരെ വില കുറച്ച് ഇറാനിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമത്തെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിനെ ഇന്നലെ അമേരിക്ക മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തതോടെ കൃത്യമായി ബ്ലോക്കേഡ്, ഇന്ത്യക്കെതിരെയുള്ള ബ്ലോക്കേഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അങ്ങനെ നമുക്ക് വളരെ വളരെ വില കുറച്ച് കിട്ടാവുന്ന ക്രൂഡ് ഓയിലിൻ്റെ അവസ്ഥയെയാണ് അമേരിക്ക ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല 5 ലക്ഷം കോടി രൂപയുടെ, ഇന്ത്യക്ക് ഒരു വർഷം 5 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടാക്കാവുന്ന ഒരു പ്രോജക്റ്റുമാണ് അമേരിക്കയുടെ ബ്ലോക്കേഡിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. 5 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ 147 കോടി ജനത്തിന് വേണ്ടി വരുന്ന എഡ്യൂക്കേഷന് മാറ്റിവെക്കുന്നത് 1.32 ലക്ഷം കോടിയും അവരുടെ ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് 1.02 കോടിയും മാത്രമാണ്. എന്നിരിക്കെ അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് അമേരിക്കയുടെ ബ്ലോക്കേഡിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതുകൂടാതെ അറിയാം, ഇപ്പോൾ തന്നെ പകുതി ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടൽ തന്നെ മെനു എല്ലാം വെറും പകുതി മെനു മാത്രമാക്കിയാണ് അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 1700 രൂപയുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ ഗ്യാസിന് 3300 രൂപയായി. ഇത്തരത്തിലുള്ള വിലക്കയറ്റമാണ് ഇന്ത്യയിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. LNGയുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിൽ ഒരാളാണ് ഇറാൻ. അവിടെ നിന്ന് നമുക്ക് വളരെ വില കുറച്ച് LNGയും നമുക്ക് ലഭിക്കും. നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിയെ നമുക്ക് മാറ്റാൻ പറ്റും ഇറാനിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പക്ഷേ അമേരിക്കയുടെ ബ്ലോക്കേഡാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വം ഇന്ത്യയെയാണ് യഥാർത്ഥത്തിൽ ബ്ലോക്കേഡിലൂടെ